യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവന, ഞാനൊരു സത്യം പറയട്ടെ. തനിക്കിങ്ങനെ മുടി ചീകി തരുന്നതും പൊട്ടു തൊട്ട് തരുന്നതും ഒക്കെ ഞാൻ പലപ്പോഴും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പതാ അത് യാഥാർത്ഥ്യമായി. എനിക്കറിയാം സൂര്യ, ഞാൻ ഒരിക്കലും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഈശ്വര, എന്റെ സംസാരശേഷിയെങ്കിലും എനിക്ക് തിരിച്ചു തരണേ. എന്നെ നീ ഇനിയും ഇങ്ങനെ പരീക്ഷിക്കല്ലേ. ഒരു പെൺകുട്ടി വിവാഹിതയായാൽ അവളുടെ തിരുനെറ്റിയിൽ തൊടുന്ന വിവാഹമുദ്രയാണ് സിന്ദൂരം. ഈ സുന്ദര നിമിഷത്തിൽ എന്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഞാൻ സിന്ദൂരം ചേർത്താൻ പോവുക. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു പഴയ മലയാള സിനിമയിലെ പാട്ടാണ്. ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിസാർ എഴുതിയ ആ മനോഹരമായ വരികൾ എത്ര മധുരമുള്ളതാണെന്നറിയോ? സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം തന്നാൽ പിണങ്ങുമോ നീ? ഒരു ചുംബനം, ഒരു സാന്ത്വനം, ഒരു സ്നേഹ സമ്മാനം. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ. എന്താ ഇപ്പൊ സന്തോഷമായോ? എന്തായാലും മാനസേ ദൈവം അറിഞ്ഞു തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്ക് വേണ്ടി എന്തൊക്കെയാ പാവം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കുളിപ്പിക്കുകയും ചെയ്തില്ലേ? അവളോട് ഞങ്ങൾക്ക് ആർക്കും ഒരു പിണക്കമില്ലായിരുന്നു. പ്രശ്നക്കാരൻ അങ്കിളായിരുന്നു. തന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഥ, ഓർമ്മയുണ്ടോ? ഒരിക്കലും ഈ വീടിന്റെ പടി പോലും കയറ്റില്ല എന്ന് പറഞ്ഞ അമ്മയായിപ്പോ മാമനെ വീട്ടിലേക്ക് കയറ്റിയിരിക്കുന്നത്. അതും മാനസയുടെ മുഖം ഓർത്തിട്ട്. അത് നന്നായി സൂര്യ. ക്ഷമിക്കാനും സഹിക്കാനും മനുഷ്യരായി നമുക്ക് മാത്രമല്ലേ പറ്റൂ. ആന്റി ചെയ്തത് തന്നെയാ ശരി. തന്റെ മനസ്സിലും അമ്മ ചെയ്തതാ ശരിയെന്നല്ലേ? അപ്പോ തന്റെ മനസ്സ് കാണാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലേ? അതെ സൂര്യ, നിനക്ക് മാത്രമേ എന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തന്നതും അതുകൊണ്ടായിരിക്കാം. നമ്മുടെ മനസ്സെന്താണെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാൻ ഭാവന. അതുകൊണ്ട് ദൈവം തന്നെ എനിക്ക് തിരിച്ചു തന്നത്. ഈശ്വര, എത്ര കൃത്യമായിട്ടാ സൂര്യന്റെ മനസ്സറിയുന്നത്. ഈ സന്തോഷം ഞാൻ എങ്ങനെയാ സൂര്യോടൊന്ന് പറയേണ്ടത്? എന്നോട് പറയാനുള്ളതെല്ലാം മനസ്സിനുള്ളിൽ എവിടെയെങ്കിലും ഒരു നിധി പോലെ താൻ കാത്തു സൂക്ഷിക്കണം. ഒരു ദിവസം എല്ലാം പറയാനുള്ള അവസരം ദൈവം തരും. പൊന്നും നേരം ഉള്ളിൽ മഞ്ഞിൻ കരിയേരിയും പിന്നിന്മേലെ മോഹം മെല്ലെ തീരനുരയും കന്നിത്തേനെ എന്നിൽ എന്നും സ്ഥിരനിരയെ തെന്നി തെന്നി പായുന്നില്ലേ നീനിയേ നദിയായി നിറഞ്ഞുവാ നീ എന്റെ കിനാവിലാ. ആന്റി, ആന്റി, ഞാനൊരു കാര്യം പറഞ്ഞ ആന്റി കേൾക്കൂ. ആദ്യം നീ കാര്യം പറ. ആന്റി ഇനി ഭാവനയോട് അല്പം സ്നേഹത്തോടെയൊക്കെ പെരുമാറാൻ നോക്കണം. എന്നാലേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നീങ്ങൂ. മോളെ, അത് നീ വിചാരിക്കുന്ന പോലെ നടക്കില്ല. അഥവാ ഞാൻ അങ്ങനെ ശ്രമിച്ചാലും
സൂര്യക്ക് എന്നോട് സംശയം തോന്നും. എന്താ ആന്റി ഇത്? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്നാലും അമ്മയുടെ സ്വഭാവം മാറുമെന്നൊരു വിശ്വാസം സൂര്യക്ക് ഉണ്ടാവും. അതനുസരിച്ച് ആന്റി പെരുമാറിയാ മതി. എടുത്തു ചാടിയൊന്നും വേണ്ട. ബുദ്ധിപൂർവം എന്തെങ്കിലും ആലോചിച്ച് ചെയ്താ മതി. ആ? ഞാൻ ശ്രമിക്കാം മോളെ. ഇവിടെ നീ നിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. സൂര്യയെ നിന്റെ വരുതിയിൽ കൊണ്ടുവരണം. അതൊക്കെ ആന്റി എനിക്ക് വിട്ടേക്ക്. ദേ ഇപ്പൊ തന്നെ ഞാൻ ഭാവനയെ കുളിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാ വരുന്നേ. ഇതുപോലുള്ള നമ്പറുകളിലൂടെ ഞാൻ സൂര്യയെ കയ്യിലെടുത്തോളാം. അത് മതി മോളെ. നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഇവിടെ ആരും ചോദിക്കാനൊന്നും വരില്ല. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭാവന ഇവിടുന്ന് പുറത്താക്കണം. പകരം നീ അവന്റെ ഭാര്യയാവണം. ആന്റി ധൈര്യമായിട്ടിരിക്കെ. ഈ പറഞ്ഞ രണ്ടും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ആലോചിച്ചും കണ്ടും ചെയ്യേണ്ടതാ. സൂര്യക്ക് ഈ വീട്ടിൽ ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ പാടില്ല. ഒരു പരിധിവരെ ഞാനത് ചെയ്യുന്നുണ്ട്. അത് മതി മോളെ. ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടിക്കുക നീ. എത്ര വേഗത്തിലാ നീ സൂര്യയിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തത്. അതെ, നമ്മുടെ മോൾക്ക് ഇതൊക്കെ എന്ത്? സൂര്യയെക്കാട്ടി വലിയ വേന്ദ്രന്മാരെ നമ്മുടെ മോള് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഒന്ന് പതുക്കെ പറ ചേട്ടാ, ജയ കേക്കണ്ട. ഇനി ഒടുവിൽ അവള് സൂര്യയെ തേച്ചൊട്ടിക്കുവോന്നാ എന്റെ പേടി. അതെന്തായാലും ഉണ്ടാവില്ല. സൂര്യ നിസ്സാരക്കാരനല്ലെന്ന് അവക്കും അറിയാം. എങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ മോളേന്ന് വിളിക്കുന്ന ദേവിയുടെ മറ്റൊരു മുഖം നമ്മുടെ മോള് കാണേണ്ടി വരും. എന്നാ പിന്നെ മോളി ചെല്ല്. ബാക്കി കാര്യം ഞാനേ. ശരി ആന്റി. അതെ, നമുക്ക് ഇപ്പൊ തന്നെ കാശിന്റെ കാര്യം ജയോട് പറഞ്ഞാലോ? ഇപ്പൊ തന്നെ വേണം. വേണം. ഇനി താമസിച്ചാ നമുക്കത് പണിയാവും. എന്നാ നമുക്കൊരു ബുദ്ധി പ്രയോഗിച്ചാലോ? എന്ത് ബുദ്ധി? ജയ കാണുകെ നമ്മളൊന്ന് അഭിനയിച്ചാ മതി. ഉറപ്പായിട്ടും അവള് നമ്മളെ സഹായിക്കും. അല്ലാതെ ഇപ്പൊ പോയി കാശ് ചോദിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും തടസ്സം പറഞ്ഞാലോ? അത് കൊള്ളാം. നിനക്ക് ബുദ്ധിയുണ്ട്. പണ്ടേ ഞാൻ പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. എടി, ഇപ്പോഴെന്തിനാ പഴയ കാര്യങ്ങൾ പറയുന്നത്? നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറ. എന്നാ വാ, ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ എന്റെ ഒപ്പം നിന്നാ മതി. വാ.